ടി നമ്മുടെ വിൽഫ്രഡ് അഡമിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. ഇവിടെ നമ്മൾ രണ്ടാമത്തെ എപ്പിസോഡാണിത്. ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും. ഒരു അടിപൊളി ഇന്നോവ ഞാൻ ഇവിടെ കണ്ടു കേട്ടോ. 2015 മോഡൽ, നല്ല അടിപൊളി മെഷീനാണ് കേട്ടോ വണ്ടി. അപ്പോൾ അത് ഈ ടാക്സി പർപ്പസിനോ അല്ലെങ്കിൽ ഫാമിലി പർപ്പസിനോ ഒക്കെ എടുക്കാം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ് കേട്ടോ. അത് വീഡിയോ ലാസ്റ്റ് കാണിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇത് പാർട്ട് 2 ആണ് കേട്ടോ വീഡിയോ. അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഓൾട്ടോ കേട്ടൻ. ഇത് 2018 മോഡല് VXi ഓൾട്ടോ കേട്ടനാണ്. ഓട്ടോമാറ്റിക് ആണ് കേട്ടോ വണ്ടി. VXi ഓട്ടോമാറ്റിക് ആണ് അല്ലേ? ടയറൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം. ഓട്ടോമാറ്റിക് 25,000 കിലോ. സിംഗിൾ ഓണർ വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. ഇത് നമ്മൾ റേറ്റ് ചോദിക്കുന്നത് 3,95,000. 3,95,000 ചോദിക്കണം അല്ലെ? ഇത് നമുക്ക് ഫ്രണ്ട് ആൻഡ് ഡോർ അല്ലേ? പവർ വിൻഡോ പവർ വിൻഡോ വരുന്നത് 3 അഡീഷണൽ ഒരു ടച്ച് സ്ക്രീൻ കാര്യങ്ങളല്ല, ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ. എത്ര പറയണതിന്? 395 അല്ല. അത് വീണ്ടും നമുക്കൊരു ഓട്ടോമാറ്റിക് അല്ലേ? വീണ്ടും ഓട്ടോമാറ്റിക് സ്റ്റാർ ഓട്ടോമാറ്റിക് 2013 മോഡല്. 13 മോഡൽ അല്ലേ? സിംഗിൾ ഓണർ വണ്ടിയാണ്. 58,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 58,000 ഓടിയിട്ട് വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല ഫിനിഷിംഗ് കൂടിയ സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എത്ര പറയണേന്? ഇത് 2,35,000 രൂപ. 2,35,000 രൂപയാണ് കേട്ടോ. ഇതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ്. നമുക്ക് ലോൺ കിട്ടി 1,80,000 വരെയൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. വണ്ടി നീറ്റാണ്. ഇതും ഓട്ടോമാറ്റിക് ആണ്. അതുപോലെ 2018 മോഡല് റെഡിഗോ മാനുവൽ അല്ലേ? മാനുവൽ ആണ്. 1000 cc ആണ്. 800 അല്ല, 1000 cc ആണ്. ഫുൾ ഓപ്ഷൻ വെഹിക്കിളാ. ഫുൾ ഓപ്ഷൻ ആണ് അല്ലേ? 29,000 കിലോമീറ്റർ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ, സെക്കൻഡ് ഓണർഷിപ്പ്. വണ്ടി വേറെ റീപ്ലേസ് ഇഷ്യൂസ് ഒന്നുമില്ല അല്ലേ? നീറ്റ് വണ്ടിയാണ്. ഇത് 2,40,000 രൂപ. 2,40,000 ടാസ്കിംഗ് പ്രൈസ്. ഈ ഓണോ? 2012 മോഡല് 1,00,000 ഓടി ഉണ്ട്. പക്ഷെ ഫുൾ കമ്പനി സർവീസ് വണ്ടിയാണ്. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് അവിടെ ഭയങ്കര വെളിച്ചടിക്കുന്നു. 1,00,000 കിലോമീറ്റർ ഓടിയേക്കണു. കമ്പനി സർവീസ് ആണ് അല്ലേ? വേറെ റീപ്ലേസ് ഇഷ്യൂസ് ഒന്നുമില്ല. പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്ന മോഡലാണ് അല്ലേ? എത്ര പറയണേന്? ഇതിന് 1,85. 1,85. അത് എടുത്തിട്ടോ. ഞങ്ങളൊന്ന് 2015 മോഡല് വാഗണർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 1,10 ഓടിയേക്കണു. 1,10 ഓടിയേക്കണു അല്ലേ? AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. മേജർ ആയിട്ട് റീപ്ലേസ് ഇഷ്യൂസ് ഒന്നുമില്ലല്ലോ. ടയറോളൊന്നും കുഴപ്പമില്ല. ടയറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഓക്കെ. ഫുള്ള് കമ്പനി. എത്ര പറയണേ? ഇത് 3,40,000. 3,40,000. അടുത്തത് ഇതോ? ഇത് 2018 മോഡല് ടിയാഗോ ഓട്ടോമാറ്റിക് XZ എന്ന് പറഞ്ഞ ഫുൾ ഓപ്ഷൻ വേരിയന്റ് ആണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കണു. 48,000 കിലോമീറ്റർ ഓടിയേക്കണു. വേറെ റീപ്ലേസ് ഒന്നുമില്ല. ലോണും കിട്ടില്ല നമുക്ക്? കിട്ടും. എത്ര പറയുന്നത്? 4,50,000. 4,50,000. ഈ റിട്സ് നമ്മൾ നേരത്തെ കണ്ടതാ. എത്ര പറഞ്ഞതിന് നമ്മള്? ഇതിന് 2,35. ഓക്കെ. നമുക്ക് അവിടെ നിന്ന് അവസാനിപ്പിച്ചാലോ? അപ്പൊ നമുക്ക് ഇരുട്ട് വേണമായിട്ട് മുന്നേ കിട്ടും. ഈ വാഗണറല്ലേ? ഇതെങ്ങനെയാ? ഇത് 2007 മോഡല്. 7 മോഡല്. 1,00,000 കിലോമീറ്റർ ഓടിക്കുന്നു. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇഷ്യൂസ് ഒന്നുമില്ല. 27 വരെ പേപ്പർ ഒക്കെ ഉള്ളതാ. 27 വരെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എത്ര പറയണേ? ഇത് 1,25,000 രൂപ. 1,40,000 രൂപ കേട്ടോ. ഇതിന് ലോണൊന്നും കിട്ടില്ലല്ലോ? ഇതിന് ലോൺ കിട്ടില്ല. റെഡി റെഡി ക്യാഷ് നെഗോഷ്യബിൾ കൊടുക്കാം നമുക്ക് റേറ്റ് ഒക്കെ. അതെ. ടയറുകളൊക്കെ ഉണ്ട് അല്ലേ? ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 ഡോർ പവർ വിൻഡോ ഉണ്ട്. സെൻട്രൽ ലോക്ക് ഉണ്ട്. ഫോഗ് ലാമ്പ് ഉണ്ട്. ബാക്ക് ടയർ ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ബാക്ക് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റാണ് ഇപ്പോഴും നല്ല ക്ലീനിലായിരിക്കണം അല്ലേ? ഓക്കെ. സീറ്റുകൾ നല്ല ബെസ്റ്റ് സീറ്റുകളും കാര്യങ്ങളാണ്. ഓക്കെ. ഇതോ? അതുപോലെ ഇത് 2015-16 രജിസ്ട്രേഷൻ സ്വിഫ്റ്റ് പെട്രോൾ വേരിയന്റ് നിൽക്കുന്ന VXi ഓപ്ഷൻ. ഇതിൽ ഓപ്ഷൻ ആണ്. പെട്രോൾ ആണ്. VXi ആണ്. 45,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണറിൽ നിൽക്കുന്ന വണ്ടി അല്ലേ? VXi ആണ് കേട്ടോ. വേറെ റീപ്ലേസ് ഇഷ്യൂസ് ഒന്നുമില്ല. നല്ല വണ്ടിയാണ് കേട്ടോ. നമ്മൾ റേറ്റ് ആസ്ക് ചെയ്യുന്നത് 4,50,000 രൂപ. 4,50,000 ആണ് ഇതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ്. 2015 മോഡൽ. ഓക്കെ. ഇതോ? അതുപോലെ അത് ഒരു ഓട്ടോമാറ്റിക് ഐട്ടൺ. 2009 ടെസ്റ്റ് കഴിഞ്ഞ പെൻഡിങ് ഉണ്ട്. 10 രജിസ്ട്രേഷൻ ആണ്. ടെസ്റ്റ് വരണുള്ളൂ. 26-ലാണ് ടെസ്റ്റ് വരാം. 25-ല് 6-ാം മാസം ടെസ്റ്റ് വരും. ടെസ്റ്റ് ആയിട്ടുണ്ടല്ലോ. ഏകദേശം ആയിട്ടുണ്ട്. ഇത് നമ്മൾ പറയുന്ന റേറ്റ് ടെസ്റ്റിന്റെ കഴിഞ്ഞിട്ടുള്ള റേറ്റ് നമുക്ക് ടെസ്റ്റിന്റെ റേറ്റ് അല്ല 2,30 ആസ്ക് ചെയ്യണേ. ഓട്ടോമാറ്റിക് അല്ലേ? വേറെ ഒന്നും ചെയ്യണ്ട. ടെസ്റ്റിന്റെ ടാക്സ് അടയ്ക്കാൻ മാത്രം വണ്ടി ചെയ്യാനുള്ളൂ. ഇതിന് എത്ര വരും നമുക്ക് ടാക്സ് അടയ്ക്കാൻ? 12 രൂപ ടാക്സും 2,500 ടെസ്റ്റ് ഫീസ്. ഒരു 15 രൂപ അത്രേ ഉള്ളൂ. അത്ര വരുള്ളൂ അല്ലേ?
അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റൂല്ലേ? നമുക്ക് ആ റേറ്റ് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് വേറെ വണ്ടിമേ ഒന്നും വേറെ വർക്കൊന്നും ചെയ്യാനില്ല. ജസ്റ്റ് ടാക്സ് അടച്ച വണ്ടി കൊണ്ട് കാണിക്കാം, അത്രയോ വണ്ടിമേ വർക്ക് ബാക്കിയുള്ളൂ. ചെയ്യാണോ അല്ലെ? ഓണർഷിപ്പ് ആയിട്ടില്ല, 4 ഓണർഷിപ്പ് ആയിട്ട് ഓട്ടോമാറ്റിക് ആണ്. ഇതൊക്കെ മൈലേജ് നമുക്കൊരു 13-14 ഒക്കെ എത്ര പറയണേ? 12-13 കിട്ടായിരിക്കും. ഓക്കെ. എത്ര പറയണ? 2,35. 2,35,000 ആണ്. ബഡ്ജറ്റിൽ ഒരു ഫാമിലിക്കൊക്കെ ഒരു ഓട്ടോമാറ്റിക് എടുക്കാനായിട്ട് ഓട്ടോമാറ്റിക്കില് ഐറ്റം കുറച്ച് നല്ല വണ്ടിയാണ്. കംപ്ലൈൻസ് ആൾക്കാർ എടുക്കും. ഈ വണ്ടി ബാക്ക് ഇറങ്ങാൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ബാക്ക് ഇറങ്ങുന്ന പ്രശ്നം വരില്ല, പിടിച്ചു നിൽക്കൂല്ലേ, ഹോൾഡ് ചെയ്ത് നിൽക്കും. അത് മാരുതിക്ക് വണ്ടിക്കില്ല, കേൾക്കുന്നൊന്നുമില്ല. MT ആണ് ഇത്. CVT അല്ലെങ്കിൽ ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് ഒക്കെ വരുന്നല്ലേ? ഓക്കെ. അതുപോലെ ഇത് ഓൾട്ടോ 800 2020 സിംഗിൾ ഓണർ വണ്ടിയാണ്. നല്ലതാണ്. സിംഗിൾ ഓണർ കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാ. 76,000 കിലോമീറ്റർ ഓടിക്കുന്നു. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലെ? നീറ്റ് വണ്ടിയാ. എത്ര പറയണേന്? ഇത് 3,10,000 രൂപ. 3,10,000 കേട്ടോ ആസ്കിന്റെ പ്രൈസ്. അത്യാവശ്യം ലോണും കാര്യങ്ങളൊക്കെ ഇതിന് കയറും. ലോണും കയറും അല്ലെ? ഓക്കെ. അതോ? അതുപോലെ ഇത് ന്യൂ ഫിഗോ 2017 മോഡല് ഫിഗോ. ന്യൂ ഫിഗോ 58,000 കിലോമീറ്റർ ഓടിക്കുന്നു. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 58,000 കിലോമീറ്റർ അല്ലെ? ഫിഗോട്ടാ. ന്യൂ ഷേപ്പ് ആണ്. ന്യൂ ഷേപ്പിലേക്കുള്ള വണ്ടിയാണ് കേട്ടോ. അല്ല, ഇത് ലാസ്റ്റ് മോഡൽ വണ്ടിയാണെന്നുണ്ടല്ലേ? ഇത് കഴിഞ്ഞിട്ടുണ്ടോ വണ്ടി? 17 കഴിഞ്ഞിട്ട് 17, 19 വരെ ഫിഗോ ഇറങ്ങിയിട്ടുണ്ട്. ഷേപ്പിൽ ഇറങ്ങിയേക്കണെന്ന് മാത്രം. ഇത് പെട്രോളോ? ഇത് പെട്രോൾ വേരിയന്റിൽ നിൽക്കുന്നു. എത്ര പറയണേന്? ഇത് 3,65,000 രൂപ. 3,65,000 ആണല്ലേ നാസ്കേന പ്രൈസ്. ഓക്കെ. വേറെ റീപ്ലേസ് ഇഷ്യൂസ് ഒന്നും ഇല്ല. ഫുള്ള് കമ്പനി സർവീസ്. നമുക്ക് അതിലേക്ക് ഈ റേഞ്ച് നോക്കിയാലോ, പാക്കിൽ അങ്ങോട്ട് തീർന്നു കിട്ടും. ഇതൊരു സ്വിഫ്റ്റ്. നമുക്ക് അവിടെ ഒരു ഡിസൈർ ഉണ്ട്. അതുപോലെ എവിടെ? ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാട്ടോ. ടെസ്റ്റ് കഴിഞ്ഞ് നിൽക്കണം അല്ലെ? ഇന്നിപ്പോ ടെസ്റ്റ് കഴിഞ്ഞ് കൊണ്ടുവന്നിട്ടേക്കണ വണ്ടിയാ. 2010 VDI. 10 VDI ഡീസല്. 1,48,000 ഓടിയേക്കണു. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ആയാലും. 2030 മെയ് വരെ പേപ്പറും കാര്യങ്ങളും ടാക്സ് ഒക്കെ അടച്ചിട്ടുള്ളതാണ്. എത്ര പറയണേന്? ഇത് 2,60,000 രൂപ. 2,60,000 ലോണൊക്കെ കിട്ടും. ഇതിന് ലോൺ കാര്യങ്ങളും കിട്ടും അല്ലെ? 2,60,000 ആണ് പറയുന്ന റേറ്റ്. ലോൺ കാര്യങ്ങളുണ്ട്, പേപ്പർ എക്സ്ചേഞ്ച് ചെയ്തൂടെ, കാര്യങ്ങളുണ്ട് കേട്ടോ. ഇതോ? ഇത് 2019 മോഡൽ ഇക്കോ. അവിടെ ഉണ്ടല്ലോ ഒരെണ്ണം. ഇക്കോ ഒരു 3 ഇക്കോൾ ഉണ്ട് കേട്ടോ. 4 ഇക്കോ ഉണ്ട് അല്ലെ? നമുക്ക് ഇക്കോക്ക് നോക്കി എടുക്കാം കേട്ടോ. 60,000 ഇക്കോ മാത്രമായിട്ട് ഒരു വീട് എടുക്കേണ്ടി വരുമല്ലോ. 2019 മോഡല് പെട്രോള് 60,000 കിലോ. 5 സീറ്റർ AC അല്ലേ? ഓക്കെ. നല്ല നീറ്റ് വണ്ടിയാണ് അല്ലേ? വേറെ റീപ്ലേസ് ഒന്നും ഇല്ല. അതോ? ഏതാ അപ്പുറത്തെ വണ്ടി? അത് 2021. കുറച്ചൊരു മോഡൽ കൂടിയതാണ്. ഇതാകുമ്പോ എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതും 5 സീറ്റർ AC ആണ്. 5 സീറ്റർ AC ഫുൾ ഓപ്ഷൻ വണ്ടികളൊക്കെ. ശരി. ഇതായാലും രണ്ടിലായാലും എയർ ബാഗ് രണ്ടിലും വരുന്നുണ്ട് അല്ലേ? രണ്ടിലെ എയർ ബാഗും കാര്യങ്ങളുണ്ട് കേട്ടോ. ഈ വണ്ടിയിലുണ്ട്. 2021 മോഡൽ അല്ലേ? ഓക്കെ. എയർ ബാഗും കാര്യങ്ങളുണ്ട്. രണ്ട് ഫുള്ള് കമ്പനി സർവീസിൽ നിൽക്കുന്ന വണ്ടികളാണ്. ഇത് 4,25,000 ചോദിക്കുന്നു. ഇത് 4,40,000 4,40,000 2021 മോഡല്. ഇത് 2019 മോഡല് 4,25,000 കേട്ടോ. ഒരെണ്ണം കൂടി ഉണ്ടാവും. അതോ? ഇത് 2017 മോഡല്. 17 ഓണറാണ്. 69,000 കിലോമീറ്റർ ഓടിക്കുന്നു. ഇത് 3,60,000 രൂപ. 3,60,000 രൂപ. 5 സീറ്റർ AC തന്നെയാണ്. എല്ലാം 5 സീറ്റർ AC വണ്ടിയാണ് കേട്ടോ. അത് കാരണമാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. 5 സീറ്റർ ആണ് ഈ 3 വണ്ടിയും. AC ആണ്. ഇത് 3,00,000 എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെ? 3,60,000 രൂപ. ഇത് ഇറേന്ന് പറഞ്ഞ 2017 മോഡൽ കേട്ടോ. ഇത് 17, 19, 21 അല്ലെ? ഒരു ലോഡ്ജ് ഉണ്ട് അല്ലെ? ലോഡ്ജ് ഉണ്ട്. 7 സീറ്റർ ഏറ്റവും ടോപ്പ് എൻഡ് RXZ. ഇത് ഏതാ മോഡൽ? 17. 2017 സിംഗിൾ ഓണർ വണ്ടിയാണ്. 1,00,000 കിലോമീറ്റർ ഓടിയേക്കുന്നു. വേറെ റീപ്ലേസ് കാര്യങ്ങളോ. ഡീസൽ അല്ലേ? 85 ഇഞ്ച് മൈലേജ് കൂടുതൽ. ഓക്കെ. ന്യൂ ഷേപ്പ് ആയിരിക്കും. നമുക്ക് എത്ര മൈലേജ് കിട്ടും ഏകദേശം? ഇതിനൊക്കെ ഒരു 18 മൈലേജ് കിട്ടും. 18 മൈലേജ് ഉണ്ട്. അത്യാവശ്യം തേടണോ? നമ്മുടെ ഇന്നോവൊക്കെ പോലെ അത്യാവശ്യം സ്പേസും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ക്രോമിങ്ങിന്റെ ഇതൊക്കെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ക്രോമിങ്ങിന്റെ എക്സ്ട്രാ അഡീഷണൽ വരുന്നുണ്ട്. എത്ര പറയണതിന്? ഇത് 5,70,000 രൂപ. 5,70,000 രൂപയാണ് പറയുന്നത് കേട്ടോ. വണ്ടി നീറ്റ് വണ്ടിയാണല്ലേ? ഇനി സാൻഡ്ര ഇത് ഇപ്പൊ വന്നിട്ടുള്ളൂ. റേറ്റ് ആയിട്ടില്ല കേട്ടോ. ഒരു സാൻഡ്ര ഉണ്ട്. 2000 മോഡൽ 11 വണ്ടിയാണ്. 11 വണ്ടി കേട്ടോ. അത് നിങ്ങൾ ഡയറക്റ്റ് നമ്മുടെ നമ്പറിൽ വിളിച്ച് ചോദിക്കാം കേട്ടോ. അപ്പോഴേക്കും റേറ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ട്. ഇനി ഇതേപോലെ 2022 മോഡൽ സ്വിഫ്റ്റ് EX 22 മോഡല്. 22 39,000 കിലോമീറ്റർ ഓടിയേക്കുന്നു.
39,000 കിലോമീറ്റർ അല്ലേ? ഫുള്ള് കമ്പനി ഇഷ്ടമുള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർ. അതെ, സിംഗിൾ ഓണർ വണ്ടിയാണ്. വേറെ സ്ക്രാച്ച് കാര്യങ്ങള് VXI അല്ലേ? VXI വണ്ടി. ഓക്കെ, പെട്രോൾ ആണ് കേട്ടോ. നീറ്റ് വണ്ടിയാണ്. എത്ര പറയണേ? ഇത് 6,50,000 രൂപ. 6,50,000 ആണ് കേട്ടോ ഈ വണ്ടിക്ക് ആസ്ക് ചെയ്യുന്ന പ്രൈസ്. ഡയറക്റ്റ് വന്ന് ചോദിക്കുക. പിന്നെ നമുക്ക് അത് പറഞ്ഞു നമ്മള് ജാസ. ഇല്ല, ജാസ് പറഞ്ഞിട്ടില്ല. ഹീറോ കഴിഞ്ഞു. ഓക്കെ, ഇതെങ്ങനെയാ വരുന്നത് ജാസ്? ഇത് 2015 മോഡൽ ഓട്ടോമാറ്റിക്. 2015 മോഡല് ഓട്ടോമാറ്റിക്. വി ഓട്ടോമാറ്റിക് അല്ലേ? ഓക്കെ, ഓട്ടോമാറ്റിക് നമുക്ക് ഉണ്ടല്ലോ അത്യാവശ്യം. ഓട്ടോമാറ്റിക് വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, ഓട്ടോമാറ്റിക് ഏതെങ്കിലും ഒരു വണ്ടി എടുത്തു പോവാം. വി വന്നാൽ മതി. ജാസ് വി ഉണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്. ഇത് ഡീസൽ അല്ലേ? ഇത് പെട്രോൾ ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക് കേട്ടോ, 5 സീറ്റർ. ഓക്കെ, ആകെ 39,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണറാ? സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്നു. 39 ഓടിയിട്ടുള്ളൂ കേട്ടോ. നല്ല ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഹിസ്റ്ററിക്ക് ഉണ്ട്. എത്ര പറയണേന്? ഇത് 5,50,000 രൂപ. 5,50,000 ആണ് പറയണേ. ഇത് ഓട്ടോമാറ്റിക് വണ്ടിയാണ് അല്ലേ? അതെ അതെ. ഓക്കെ, ഇനി നമുക്ക് എറ്റിയോസ് നിൽക്കുന്നുണ്ട്. ഒരു ടീം വന്ന് നോക്കിയില്ല ഇപ്പൊ? അതിപ്പോ ഒരു ടീം നോക്കി പോയിട്ടുള്ളൂ. ഇതേത് 2017 മോഡല്. 17 മോഡല്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 48,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 48 ഓടിയിട്ടുള്ളൂ അല്ലെ? ഓക്കെ, പെട്രോൾ വേരിയന്റ് ആണ്. ജി എന്ന് പറഞ്ഞ ഓപ്ഷൻ പെട്രോളിലാണ് അല്ലെ? മൈലേജ് നമുക്കൊരു 10-16 അതിനല്ലേ മൈലേജ്? ടയോട്ട ആയതുകൊണ്ട് പിന്നെ നമുക്ക് വേറെ പേടിക്കാം. അതെ, വേറെ എഞ്ചിൻ സൈഡ് കാര്യങ്ങളൊന്നും ടയോട്ടയുടെ അല്ലേ? 48 ആകെ വണ്ടി ഓടിയിട്ടുള്ളൂ. അതെ, അത്ര ഓടിയിട്ടുള്ളൂ. അതിപ്പോ 10 ലക്ഷം ഓടിയാലും 5,50,000 രൂപ. 5,50,000 രൂപയാണ് കേട്ടോ ഈ വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ്. അത് നെഗോഷ്യബിൾ റേറ്റ് ആണ്. അതുപോലെ ലോൺ കാര്യങ്ങളൊക്കെ ലോണൊക്കെ ചെറിയ ഡൗൺ പേയ്മെന്റ് ടയറുകളൊക്കെ ഉണ്ട്. അത് നമുക്ക് ഒരു അടിപൊളി 15 മോഡൽ ഇന്റർകൂളർ ഇന്നോവ. ഓക്കെ, ലാസ്റ്റ് ഇന്നോവ അല്ലെ? ലാസ്റ്റ് ഇന്നോവ 2015 മോഡൽ ഇന്റർകൂളർ കേട്ടോ. അത്യാവശ്യം മൈലേജ് ഉള്ള മോഡൽ. മൈലേജ് കാര്യങ്ങൾ കിട്ടും. ഓണർഷിപ്പിൽ നിൽക്കുന്ന 1,68,000 കിലോമീറ്ററിന് വണ്ടി ഓടിക്കണുള്ളൂ അല്ലെ? നല്ല ടയറുകളും കാര്യങ്ങളും ഇന്റീരിയേഴ്സ് കാര്യങ്ങളൊക്കെ ആയാലും വണ്ടി എക്സ്ട്രാ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം മേജറായിട്ട് നമുക്ക് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, മേജർ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ ടച്ച് സ്ക്രീൻ സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, നീറ്റ് വണ്ടിയാണ്. റീ രജിസ്ട്രേഷൻ വെഹിക്കിൾ ആണ്. KL8 നിൽക്കുന്നു. പ്രോപ്പർ KL8 മാറ്റിയിട്ടുണ്ട്. വണ്ടി വേറെ വർക്കുകൾ കാര്യങ്ങളൊന്നും ഇല്ല. നീറ്റ് വണ്ടിയാ. ഒരു ടച്ചപ്പ് പോലും ഇല്ല. നീറ്റ് വണ്ടിയാ. 7 സീറ്റർ അല്ലേ? 7 സീറ്റർ. നമ്മൾ റേറ്റ് ആസ്ക് ചെയ്യുന്നത് 9,50,000 രൂപ. ഓക്കെ, 9 ലക്ഷമാണ് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ്. നെഗോഷ്യബിൾ ആണ്. ലോൺ സൗകര്യം കാര്യങ്ങളൊക്കെ കിട്ടണം. ലോണും കാര്യങ്ങളും കിട്ടും. എക്സ്ചേഞ്ച് ഒക്കെ ചെയ്തുകൂടെ? നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം കേട്ടോ.